നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ഓപ്പൺ ഫോറത്തിലേക്ക് സ്വാഗതം. ഓപ്പൺ ഫോറം ഇന്ന് ചർച്ച ചെയ്യുന്നത് തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തെക്കുറിച്ചാണ്. ഇടത് കോട്ടയെന്ന് വിശേഷിപ്പിക്കാവുന്ന മണ്ഡലമാണ് തളിപ്പറമ്പ്. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ LDFന് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച മണ്ഡലമാണ് തളിപ്പറമ്പ്. എന്നാൽ ഇത്തവണ തളിപ്പറമ്പിന് വിജയം മാത്രം പോരാ, അത് വലിയ ഭൂരിപക്ഷത്തോടു കൂടിയ ജയവുമാകണം. കാരണം തളിപ്പറമ്പ് എന്നത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മണ്ഡലമാണ്. മാത്രവുമല്ല നിലവിൽ MV ഗോവിന്ദനാണ് തളിപ്പറമ്പിന്റെ MLA. അതുകൊണ്ട് തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം CPMനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയം തളിപ്പറമ്പിൽ നിർബന്ധമാണ്. എന്നാൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 2021 LDFന് തളിപ്പറമ്പിൽ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട്. 2016 ഭൂരിപക്ഷം 40,000-ന് മുകളിലായിരുന്നുവെങ്കിൽ 2021 അത് 22,689 കുറഞ്ഞിട്ടുണ്ട്. പിന്നാലെ വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പ് മണ്ഡലത്തിൽ K സുധാകരനായിരുന്നു ലീഡ്. കഴിഞ്ഞ വർഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാവട്ടെ തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം UDF പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതൊക്കെ തന്നെ UDFന് വലിയ പ്രതീക്ഷ മണ്ഡലത്തിൽ നൽകുന്നുമുണ്ട്. ഒപ്പം ശക്തമായ പ്രചരണവുമായി BJP നേതൃത്വം നൽകുന്ന NDA കൂടി രംഗത്തിറങ്ങുന്നതോടെ തളിപ്പറമ്പിൽ ഇത്തവണ വാശിയേറിയ ഒരു പോരാട്ടം തന്നെ നടക്കുമെന്ന കാര്യം തീർച്ചയാണ്. തളിപ്പറമ്പ് മണ്ഡലത്തിലെ വികസനവും ഒപ്പം മുന്നണികൾക്കുള്ള പ്രതീക്ഷയുമാണ് ഓപ്പൺ ഫോറം പരിശോധിക്കുന്നത്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM നേതാവ് CM കൃഷ്ണൻ, മുസ്ലിം ലീഗ് നേതാവ് മെഹമൂദ് അള്ളാംകുളം, BJP നേതാവ് AP ഗംഗാധരൻ എന്നിവരാണ്. മൂന്നുപേരെയും ഞാൻ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ആദ്യം CM കൃഷ്ണനിലേക്ക് പോവുകയാണ്. ശ്രീ CM കൃഷ്ണൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തളിപ്പറമ്പ് LDFന്റെ ശക്തമായ ഒരു കോട്ട തന്നെയാണ്. 1970 ഒഴികെ മറ്റെല്ലാ കാലത്തും അവിടെ LDFന് വലിയ വിജയം ജനങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ വലിയ ഭൂരിപക്ഷത്തോടെയുള്ള വിജയം തന്നെ LDFന് നിർബന്ധമാണ്. കാരണം CPM സംസ്ഥാന സെക്രട്ടറി ഞാൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടിയാണ്. അതിന് ഉതകുന്ന സാഹചര്യങ്ങൾ തന്നെയാണോ നിലവിൽ? വലിയ ഭൂരിപക്ഷത്തോടെ ഇത്തവണയും LDFന് തളിപ്പറമ്പിൽ സീറ്റ് നിലനിർത്താൻ സാധിക്കുമെന്ന് തന്നെയാണോ പ്രതീക്ഷ? തീർച്ചയായും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിയുന്ന സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. സമാനതകളില്ലാത്ത ഒരു വികസന മുന്നേറ്റമാണ് തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലത്തിൽ ഈ 5 വർഷക്കാലം നടപ്പിലാക്കിയിട്ടുള്ളത്. ഏതാണ്ട് 2000 കോടി രൂപയ്ക്ക് മേലെ വ്യത്യസ്ത മേഖലകളിലായിട്ടുള്ള വികസനം സമഗ്രമായ നിലയിലാണ്. 9 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലത്തിൽ ഉള്ളത്. എല്ലാ പ്രദേശങ്ങളെയും എല്ലാ ജനങ്ങളെയും ഒന്നിച്ച് കണ്ടുകൊണ്ടുള്ള വലിയ വികസന മുന്നേറ്റമാണ് നടപ്പിലാക്കിയിട്ട് ഉള്ളത്. തളിപ്പറമ്പ് താലൂക്ക് ആസ്ഥാനമായിട്ടുള്ള തളിപ്പറമ്പ് പട്ടണത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി നടക്കുന്ന പ്രവർത്തനം തികച്ചും മാതൃകാപരമാണ്. ആയിരക്കണക്കിന് ജനങ്ങൾക്ക് തളിപ്പറമ്പിൽ ഒത്തുചേരാൻ വേണ്ടി കഴിയുന്ന സന്തോഷത്തിന്റെ ചത്വരം ക്യാപ്റ്റൻ സ്ക്വയർ യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞിരിക്കുന്നു. തളിപ്പറമ്പ് താലൂക്ക് ഓഫീസിന്റെ ഭാഗമായിട്ട് പഴയ താലൂക്ക് ഓഫീസിന്റെ കെട്ടിടം അതൊരു നല്ല ചരിത്ര മ്യൂസിയം തളിപ്പറമ്പിൽ വരുന്നവർക്കെല്ലാം ഉപയോഗപ്രദമാകുന്ന വിധത്തിലുള്ള വലിയ പദ്ധതിയായി രൂപകൽപ്പന ചെയ്തു വരികയാണ്. അവിടെയാണ് എല്ലാ ഓഫീസുകളും ഒരു കുടക്കീഴിൽ എന്ന നിലയിൽ തളിപ്പറമ്പ് ടൗൺ നമ്മുടെ താലൂക്ക് റവന്യൂ ടവർ അവിടെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ധർമ്മശാല തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. 288 പേർക്കാണ് ഭൂമിയുണ്ട്, പക്ഷെ അവരുടെ കയ്യിൽ രേഖയില്ല. അവർക്കെല്ലാം രേഖ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. കേരളത്തിലെ 140 അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തളിപ്പറമ്പ് മണ്ഡലം MLA ആണ് 2000-ഓളം ആളുകൾക്ക് കണക്റ്റിംഗ് തളിപ്പറമ്പിന്റെ ഭാഗമായി ജോലി ലഭ്യമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം എല്ലാ വിഭാഗം ആളുകളുടെയും സഹകരണത്തോടു കൂടിയാണ് ഇത്തരം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞത്. തളിപ്പറമ്പ് സർസൈദ് കോളേജിൽ ഒരു ജോബ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. ആ ജോബ് സ്റ്റേഷന്റെ ഭാഗമായി അവിടെ നടന്നിട്ടുള്ള ഇന്റർവ്യൂവിന്റെ ഭാഗമായി 4-5ഓളം കുട്ടികളാണ് ഇന്റർനാഷണൽ ലെവലിലുള്ള ജോലിക്ക് സെലക്ട് ചെയ്തിട്ടുള്ള സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ റോഡിന്റെ കാര്യത്തിൽ, പാലങ്ങളുടെ കാര്യത്തിൽ, അടിസ്ഥാന സൗകര്യ വികസനത്തിൽ, അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ താമസിക്കുന്ന നഗറുകളിൽ, ഉന്നതികളിൽ വലിയ രീതിയിലുള്ള ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള മുന്നേറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നെല്ലിപ്പറമ്പ് അംബേദ്കർ നഗറുണ്ട്, അതുപോലെ തന്നെ കുറ്റിക്കോലുണ്ട്. അങ്ങനെ തളിപ്പറമ്പ് മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലുള്ള നഗറുകളെല്ലാം
പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വലിയ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മങ്കരപ്പാലം, അതുപോലെ കൊടിലേരിപ്പാലം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഗതാഗതത്തിന് ജനങ്ങളുടെ ചിരകാല അഭിലാഷങ്ങളാണ് പൂവണിയുന്നത്. എല്ലാ നിലയിലും വലിയ മുന്നേറ്റം. അതുപോലെ 2100ഓളം വീടുകൾ ലൈഫിന്റെ ഭാഗമായി തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാ ജനങ്ങളും അവർ അനുഭവവേദ്യമായിട്ടുള്ള റോഡുകൾ, പാലങ്ങൾ, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസന മുന്നേറ്റങ്ങൾ, ജനങ്ങളുടെ ജീവിതത്തിൽ വരുമാനമുണ്ടാക്കുന്ന, ജോലി ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങൾ ഈ ഇന്ത്യക്ക് മാതൃകയാണ്. എന്നാൽ കേരളത്തിന് മാതൃകയാകുന്ന വികസന മുന്നേറ്റമാണ് തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലത്തിന്റെ ഭാഗമായി 5 വർഷക്കാലമായി മാതൃകാപരമായ നിലയിൽ തളിപ്പറമ്പിന്റെ വികസന നായകനെന്ന് സർവ്വജനങ്ങളും ഒരുപോലെ അംഗീകരിക്കപ്പെടുന്ന വികസനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഗോവിന്ദൻ മാഷിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ വികസന മുന്നേറ്റം നാളിതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള ഒന്നാണ്. ഇതെല്ലാം ചേർന്നുകൊണ്ട് നാളിതുവരെ ഇല്ലാത്ത വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിച്ചു വരാനുള്ള സർവ്വസാധ്യതകളും ഒരുങ്ങി നിൽക്കുന്ന ഒരു തളിപ്പറമ്പിനെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ പറയേണ്ടതില്ല. 300 കോടി രൂപയ്ക്ക് മേലെ വികസന ഇതാണ് നമ്മുടെ തുറുക്കള ബാവപ്പറമ്പ് കൊളോളം റോഡ് അതിനുവേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യം കാണാൻ വേണ്ടി വരുന്ന ഓരോ വിദേശിയും കേരളത്തിലേക്ക് എത്തിച്ചേർന്നാൽ, അതുപോലെ കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിനോദ സഞ്ചാര മേഖലയിൽ ആകർഷണീയമായ സഫാരി പാർക്ക് നാടുകാണിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടന പ്രവർത്തനം കഴിഞ്ഞ ദിവസമാണ് ബഹുമാന്യനായ തളിപ്പറമ്പിൻ്റെ MLA ഗോവിന്ദൻ മാഷ് നിർവഹിച്ചിട്ടുള്ളത്. ഓരോന്നോരോന്നായി ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഇവിടെ പങ്കെടുക്കുന്ന ബഹുമാന്യനായ അള്ളാംകുളമായാലും അതുപോലെ AP ഗംഗാധരനായാലും ഞങ്ങളെല്ലാവരും ഈ നാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതും യാഥാർത്ഥ്യമാക്കപ്പെട്ടതുമായിട്ടുള്ള വികസന മുന്നേറ്റമാണ് തളിപ്പറമ്പ് മണ്ഡലത്തിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള യാഥാർത്ഥ്യമാണ്. ഇതെല്ലാം ഈ തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലത്തിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അതൊരു വലിയ വികസന മുന്നേറ്റത്തിന്, അത് വോട്ടായി ജനപിന്തുണയായി വലിയ മുന്നേറ്റമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം മാറിവരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് നിങ്ങൾ പരാമർശിച്ചു. തളിപ്പറമ്പ് എന്ന പേരിലൊരു ബ്ലോക്ക് പഞ്ചായത്ത്, ആ തളിപ്പറമ്പ് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചിട്ടുള്ളത്. യാഥാർത്ഥ്യം കാണാതെ തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഒരു സീറ്റിന്റെ വ്യത്യാസത്തിലാണ്, 3 സീറ്റ് നാമമാത്രമായ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് നഷ്ടപ്പെട്ടു പോയത്. അത് ഇരിക്കൂർ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ഭാഗങ്ങളിലാണ് തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗമായിട്ടുള്ള പരാജയം ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടും ഒരു സീറ്റിന്റെ ചെറിയ നാമമാത്രമായ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് അത് പോയത്. പക്ഷേ അതിൽ നമ്മൾ കാണേണ്ടുന്ന ഒരു ഭാഗം, തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം ഉണ്ടായിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം കൂടി കണക്കിലെടുത്താൽ തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലം ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയായി എല്ലാ കാലവും നിലനിന്നതുപോലെ ഇത്തവണ ഈ വികസനത്തിനുള്ള വോട്ട് കൂടി വന്നു ചേരുമ്പോൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി എല്ലാവരും ഒരുപോലെ ചിന്തിക്കും എന്ന് ഞങ്ങൾ നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. ശരി, താങ്കളിലേക്ക് വരാം. ശ്രീ മെഹമ്മൂദ് അള്ളാംകുളം, രാജ്യത്തിന് മാതൃക കേരളമാണെങ്കിൽ കേരളത്തിന് മാതൃക തളിപ്പറമ്പ് മണ്ഡലം എന്നാണ് CM കൃഷ്ണൻ പറഞ്ഞത്. 2000 കോടി രൂപയുടെ വികസനമാണ് ഒരു മണ്ഡലത്തിൽ മാത്രം നടന്നത്. ഇത്രമാത്രം വികസന നേട്ടങ്ങൾ LDF ഭരണത്തിൽ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് ജനങ്ങൾ മാറി ചിന്തിക്കുക? എന്താണ് UDFന്റെ പ്രതീക്ഷ? ഈ നിയോജക മണ്ഡലം ഭരിച്ച് കൊണ്ടിരിക്കുന്നത്, തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് കാലാകാലങ്ങളിൽ ഇടതുപക്ഷമാണ്. എന്നാൽ കേരളത്തിലെ മറ്റ് നിയോജകമണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഈ മണ്ഡലം വികസനത്തിൽ വളരെ പിറകിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത് ആരോഗ്യമാണ്. ആ ആരോഗ്യ മേഖലയിൽ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രി നമുക്കറിയാം, ഇന്ന് ജനങ്ങൾ ഏറെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 1000-ഓളത്തിന് മേലെ ആളുകൾ OPയിലേക്ക് വരുന്ന ആശുപത്രിയിൽ നിന്ന് തിരിയാൻ സ്ഥലമില്ലാതെ കഷ്ടത അനുഭവിക്കും. സൗകര്യക്കുറവ് കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട്, ഡോക്ടർമാരില്ല, ആവശ്യത്തിന് മരുന്നുകളില്ല. അങ്ങനെ വലിയ ബുദ്ധിമുട്ടിൽ ജനങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. മറ്റ് സൗകര്യങ്ങൾ, ഇവിടെ
ഐക്യജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതിപക്ഷ മണ്ഡലമായിട്ട് പോലും നൽകിയ വികസന പ്രവർത്തനങ്ങളല്ലാതെ പുതിയ വികസന പ്രവർത്തനങ്ങൾ വരുന്ന കാര്യത്തിൽ നാം ഒന്ന് പഠിച്ച് നോക്കേണ്ടതാണ്. ഇവിടെ പറഞ്ഞ ബാവുപ്പറമ്പ് കൊളോള റോഡ് തന്നെ എത്ര വർഷമായി, 8 വർഷക്കാലമായി ആ റോഡിന്റെ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട്. ഇവിടെ പറഞ്ഞതുപോലെ രാജ്യത്തിന് മാതൃകയാകുന്ന ഒരു മണ്ഡലത്തിലെ 8 വർഷക്കാലം കാത്തുനിന്നിട്ടും ഇന്നും അത് ഒന്നുമായിട്ടില്ല. ജനങ്ങൾ ഏറെ ദുരിതത്തിലാണ്. ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ബാവുപ്പറമ്പ് കൊളോള റോഡ്, എയർപോർട്ടിലേക്ക് പോകുന്ന റോഡ്, മലയോര മേഖലയിലെ ആളുകൾ, മറ്റ് നിയോജകമണ്ഡലത്തിൽ പോകുന്ന ആളുകൾ, മംഗലാപുരം പോലെയുള്ള സ്ഥലങ്ങൾ, കാസർഗോഡ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നു പോകുന്ന ആളുകൾ ഏറെ ദുരിതമനുഭവിക്കാൻ തളിപ്പറമ്പിൽ എത്തിക്കഴിഞ്ഞാൽ. മാത്രമല്ല, പുതിയ ഹൈവേ വരുന്നതുമായി ബന്ധപ്പെട്ട് കുപ്പം പ്രദേശം ജനങ്ങൾ ദുരിതത്തിലായിട്ട് ഒരുപാട് കാലമായി. ഒരു ഇടപെടൽ നടത്തി ആ പ്രയാസം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ വിദ്യാഭ്യാസ മേഖല എടുത്തു നോക്കാം. ആയിരക്കണക്കിന് കുട്ടികൾ SSLC പാസ്സായി +2 പഠിക്കാൻ കിലോമീറ്ററുകൾ താണ്ടേണ്ട അവസ്ഥ. ചുഴലി പോലെ, കൊയ്യം പോലെയുള്ള വിദൂര സ്ഥലങ്ങളിലേക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ പോയി പഠിക്കേണ്ട സ്ഥലം. ആയിരക്കണക്കിന് കുട്ടികൾ മറ്റ് മേഖലയിലേക്ക് പോകുന്നത്. ഗവൺമെന്റ് തലത്തിൽ ഒരു വലിയ ആർട്സ് കോളേജോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉത്തരവാദപ്പെട്ട സ്ഥാപനങ്ങളോ ഈ മണ്ഡലത്തിലില്ല. അങ്ങനെ വികസന പ്രവർത്തനത്തിൽ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് വളരെ പിറകിൽ നിൽക്കുന്ന ഒരു മണ്ഡലം. ഇവിടെ ഒരു സ്വർഗരാജ്യമാവേണ്ട മണ്ഡലമാണ്. വർഷങ്ങളായി LDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന, ഇവിടെ പറഞ്ഞതുപോലെ 970 ശേഷം LDF മാത്രം വിജയിച്ച ഒരു നിയോജക മണ്ഡലത്തിന്റെ വികസനം നമുക്കറിയാം. തളിപ്പറമ്പ് ഹൈവേ തളിപ്പറമ്പ് പട്ടണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ. ഐക്യജനാധിപത്യ മുന്നണിയുടെ മന്ത്രിയായിട്ടുള്ള VK ഇബ്രാഹിം കുഞ്ഞ് നൽകിയിട്ടുള്ള വികസന പ്രവർത്തനത്തിനപ്പുറം ആ ഹൈവേയിൽ ഇന്ന് വാഹനങ്ങൾ പോകാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അങ്ങനെ നിയോജക മണ്ഡലത്തിലെ ഒരുപാട് മേഖലകൾ, വിദ്യാഭ്യാസ മേഖലയായാലും ആരോഗ്യ മേഖലയായാലും മറ്റു വികസന പ്രവർത്തനങ്ങളൊന്നും വേണ്ട രൂപത്തിൽ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നടന്നില്ല എന്നുള്ള കാര്യം വസ്തുത തന്നെയാണ്. മാത്രമല്ല, കേരളം 10 വർഷക്കാലം ഇടതുപക്ഷം ഭരിച്ചപ്പോൾ കേരളത്തിന് നൽകിയത് എന്താണ്? ഇവിടെ കഴിഞ്ഞ ദിവസം ഐക്യജനാധിപത്യ മുന്നണിയുടെ ബഹുമാന്യായ നേതാവ് രാഹുൽ ഗാന്ധി 5 കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് ഐക്യജനാധിപത്യ മുന്നണി ജനങ്ങളെ സമീപിക്കുന്നത്. KSRTCയിലെ സൗജന്യ യാത്ര, വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ 1000 രൂപ സൗജന്യമായി നൽകുകയാണ്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുകയാണ്. യുവ സംരംഭകർക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകുകയാണ്. പ്രായമായ ആളുകൾക്ക് പ്രത്യേക വകുപ്പുകൾ നൽകിക്കൊണ്ട് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ രൂപത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ വലിയ കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് കേരളം ജയിക്കും നയിക്കും എന്ന മുദ്രാവാക്യം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ ഐക്യജനാധിപത്യം വിജയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വലിയ കോട്ടകളൊക്കെ തന്നെയാണ്, നിങ്ങൾ സൂചിപ്പിച്ച പോലെ കോട്ടകൾ തന്നെയാണ്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം നമുക്ക് നേരത്തെ അറിയാം. AKG ജവഹർലാൽ നെഹ്റുവിനെ വെല്ലുവിളിച്ച ഒരു മണ്ഡലമാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം. ഇന്നെന്താണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം? ഐക്യജനാധിപത്യ മുന്നണി വിരഹിച്ചു കൊണ്ടുപോകുകയാണ്. അങ്ങനെ അതേപോലെ തളിപ്പറമ്പിലും ഇത്തവണ മാറ്റം നിർബന്ധമാണ്. ജനങ്ങൾ മാറി ചിന്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിലക്കയറ്റം, വൈദ്യുതി ചാർജ് വർധനവ്, അങ്ങനെ ജനങ്ങൾ ദുരിതത്തിലാകുന്ന ഒരു ഭരണത്തിന് അറുതി വരുത്തുന്നതിന് വേണ്ടിയില്ല വലിയ മുന്നേറ്റം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നോട്ട് ജനങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശരി, താങ്കളിലേക്ക് വരാം. ശ്രീ AP ഗംഗാധരൻ, LDF വികസന നേട്ടങ്ങൾ ഉയർത്തി പറഞ്ഞാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. UDF ആകട്ടെ വികസന കോട്ടങ്ങളും ഉയർത്തിക്കാട്ടുന്നുണ്ട്. BJP NDA എന്തു പറഞ്ഞാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ കാണാൻ ഉദ്ദേശിക്കുന്നത്? വികസനം തന്നെയാണ് NDAയുടെ മുദ്രാവാക്യം. വികസിത കേരളം, സുരക്ഷിത കേരളം എന്ന മുദ്രാവാക്യമാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ വികസിത കേരളം എന്നാണ് ആദ്യമായിട്ട്. അതായത് ഒരു എന്താ പറയാ, വികസനം എല്ലാവരുടെയും മൗലിക അവകാശമാണ് എന്ന ഒരു മുദ്രാവാക്യം. തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 50 വർഷമായി. 1977 ഞാൻ വോട്ട് ചെയ്യുന്ന സമയത്ത് അന്ന് MP രാഘവനാണ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം. 1977 മുതൽ ഇങ്ങോട്ടേക്ക് ഒരു 50 വർഷക്കാലം, 8 വർഷം 49 വർഷക്കാലം
തുടർച്ചയായി ഇടതുപക്ഷത്തിന്റെ LDF CPM MLA-മാരാണ്. അത് ഒരുപാട് ആൾക്കാർ നിങ്ങൾക്കെല്ലാം അറിയാലോ. ഒരുപാട് ആളുകൾ MLA-മാരായി 10ഓളം ടേം, 10ാമത്തെ ടേമാണ്. അപ്പോൾ ഈ തളിപ്പറമ്പിൽ നമ്മളിപ്പോൾ ഞാനൊക്കെ ജനിച്ചു വളർന്ന ഒരു സ്ഥലം ടൗണിലാണ്, പട്ടണത്തിൽ, അതായത് തളിപ്പറമ്പിന്റെ ആ ഒരു ഒരു അവസ്ഥ. ഇന്ന് നമ്മുടെ ബസ് സ്റ്റാൻഡ് അതായത് 2017 ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ശേഷം നമ്മുടെ ഇപ്പോഴും നമുക്ക് ട്രാഫിക്കിനെ സംബന്ധിച്ചുള്ളത് നമുക്കറിയാം. ഇപ്പോഴൊക്കെ കല്യാശ്ശേരി ഭാഗത്തുള്ള ആ പാലം അടച്ചതിന് ശേഷം ഉണ്ടാകുന്ന ട്രാഫിക്കാണ്. അപ്പോൾ ശരിയായ രീതിയിൽ ഒരു വികസനം നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പണ്ടത്തെ കാലത്തെ അതേ അവസ്ഥ തന്നെയാണ് തളിപ്പറമ്പിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു ബസ് സ്റ്റാൻഡ് വികസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്കറിയാം 2000 മുതൽ 2010 വരെ ഈ തളിപ്പറമ്പ് നഗരസഭ ഭരിച്ചത് ശ്രീമതി ചാമൽ ടീച്ചറും അതുപോലെ തന്നെ അന്തരിച്ചുപോയ വാടി രവിയാട്ടുമാണ്. ആ സമയത്ത് ഞാൻ കൗൺസിലറായിരുന്നു. ആ സമയത്ത് തൃശ്ശൂരം പ്രദേശത്ത് ഒരു വലിയ 10 ഏക്കർ സ്ഥലം അക്വയർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. നിങ്ങൾ ആ 2000 മുതൽ 2010 വരെയുള്ള വികസന രേഖ നോക്കിയാൽ കാണാൻ പറ്റും. എല്ലാ ബഡ്ജറ്റിലും ഇതിങ്ങനെ പറഞ്ഞ് അവസാനം അത് ശൂന്യമായി, അതായത് ആ സംഭവം ഇല്ലാതായി. എന്താണ് ഇതിന് കാരണം എന്നറിയാം? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതായത് ഒരു വികസനം നടത്തുമ്പോൾ അതിനെന്തൊക്കെ മുൻകരുതൽ വേണം, അത് എങ്ങനെയാണ് പ്ലാനിങ്, ഇതൊന്നും അറിയാത്ത ഒരു വിഭാഗമാണ് ഈ CPM എന്ന് പറയുന്ന പാർട്ടിയിലെ ആളുകൾ. അവിടെ ബസ് സ്റ്റാൻഡ് വരുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ്? ബസ് സ്റ്റാൻഡ് നമുക്കറിയാലോ, നാളെ വികസിക്കേണ്ട ഒരു നാടാണ് നമുക്ക് കളിക്കുന്നത്. അത് ഈ ഒരു വികലമായ വികസന കാഴ്ചപ്പാട് കൊണ്ട് തന്നെ അത് നഷ്ടപ്പെട്ടു. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട, അത്രയും കോടി രൂപകൾ ഇങ്ങനെ തട്ടി ഓരോ ബഡ്ജറ്റിൽ ഇങ്ങനെ തട്ടി 2010 അത് ശൂന്യാകാശത്ത് പോയി, കേസ് കൊടുത്തു, ആൾക്കാർ അത് സ്റ്റേ ചെയ്തു, അങ്ങനെ നൂലാമാലയുടെ അങ്ങനെ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയുള്ള കാഴ്ചപ്പാട് CPM എന്തായാലും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കും. അപ്പോൾ ഇന്നിപ്പോ നമ്മൾ താലൂക്ക് ആശുപത്രി, നമ്മൾ 6 ഏക്കർ സ്ഥലമുണ്ട് ഈ താലൂക്ക് ആശുപത്രി. എൻ്റെ ഓർമ്മയിൽ ഞാനൊക്കെ അന്ന് ധർമാശുപത്രി എന്നാണ് പറയുന്നത്. ഞാനൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ ശരണം പ്രാപിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. അന്നേരമൊന്നും ഈ സഹകരണ സംവിധാനങ്ങളും ലൂർദ് ഹോസ്പിറ്റലൊക്കെ വളരെ ചെറിയ സ്ഥാപനമായിരുന്നു ദേവസ്വം ഡോക്ടർ. എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ആ ധർമാശുപത്രി, താലൂക്ക് ആശുപത്രി എന്ന് പറഞ്ഞത് ഇപ്പൊ കെട്ടിടങ്ങളല്ലാതെ അതിനുള്ളിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വികസിപ്പിക്കുമ്പോൾ അതിനനുസരിച്ചുള്ളതായ ഒരു ഉയർച്ച ഉണ്ടോ? എന്തുകൊണ്ടാണ്? നിങ്ങൾ ഓരോ ജില്ലയിലുമുള്ള ജനറൽ ആശുപത്രിയുടെയും ജില്ലാ ഹോസ്പിറ്റലുകളുടെയും എണ്ണം നിങ്ങൾ എടുത്തു നോക്കും. കഴിഞ്ഞ 50 വർഷമായില്ലേ ഈ LDFന്റെ പ്രതിനിധികൾ ഭരിക്കുന്നത് ഇവിടെ? ആ താലൂക്ക് ആശുപത്രി, ജനറൽ ആശുപത്രി 2011 ജെയിംസ് മാത്യുവിന്റെ പ്രകടന പത്രികയിൽ ജില്ലാ ആശുപത്രിയായി ഉയർത്തുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. 2016 പറഞ്ഞിട്ടുണ്ടല്ലോ തുടർച്ചയായിട്ട്. 2021 അതില്ല. 2021 പ്രകടന പത്രികയിൽ ഇല്ല. എന്താണ് കാരണം? വളരെ സിമ്പിളാണ്. 100 മീറ്റർ അപ്പുറത്താണ് സഹകരണ ആശുപത്രി. ഇവിടെ ഒരു ജനറൽ ആശുപത്രി ആയി കഴിഞ്ഞാൽ സഹകരണ ആശുപത്രിക്ക് നിലനിൽപ്പില്ല എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അതിന് മറുപടി പറയണ്ടേ? ജനങ്ങളോട് പറയണ്ടേ? ഇപ്പോ നമ്മുടെ CM കൃഷ്ണന്റെ വീടിന് തൊഴിലാളി കൊട്ടപ്പുറത്ത് മാവിച്ചേരി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു ഹെൽത്ത് സെന്റർ ഉണ്ടല്ലോ. അതിന്റെ അവസ്ഥ എന്താ? ഒന്ന് പറയണം. എന്താ അവസ്ഥ? കൊടുവള്ളിത്തട്ടില് ഒരു 35 ബെഡുള്ള ഒരു ഹോസ്പിറ്റൽ. അവിടെ കിടത്തി ചികിത്സയില്ല, കാരണം ഡോക്ടറില്ല. എന്തുകൊണ്ടാ? കിടത്തി ചികിത്സക്ക് സൗകര്യം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഉണ്ടാക്കത്തില്ല? അതൊക്കെ ഈ സഹകരണ ആശുപത്രിക്ക് ബന്ധപ്പെട്ടുള്ള അവരുടെ ഐഡിയോളജിയാണ്. അപ്പൊ ആരോഗ്യരംഗത്ത് ഞാൻ മനസ്സിലായത് പറഞ്ഞു, ഇവിടുത്തെ കുത്തക പ്രൈവറ്റ് ഹോസ്പിറ്റൽ അടക്കം അവരെ സഹായിക്കുന്ന നിലപാടാണ്. പരിഹാരത്തിന്റെ കാര്യം ഞാൻ പറയുന്നില്ല, അത് നമ്മുടെ പെടുന്നതല്ല, പറഞ്ഞപ്പോഴേ പറഞ്ഞാൽ. പക്ഷേ ആരോഗ്യരംഗത്തിന്റെ അവരുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇവിടെ ഇപ്പോ വലിയ ഹാപ്പിനെസ് സെന്റർ എന്ന് പറഞ്ഞാല് അത് ഒരു മഹാനായ ഉള്ളൂരിന്റെ പേരിൽ ഉണ്ടായതാ. ആ ഉള്ളൂരിന്റെ പേരിലുണ്ടായത് ആ സ്ഥാപനം അതിന്റെ ഒരു പേര് വെട്ടി മാറ്റിയിട്ട് ഇപ്പൊ ഹാപ്പിനെസ് സെന്റർ ആയി. നമ്മൾ ഹാപ്പിനെസ് സെന്റർ അതിന് എതിർക്കുന്നവരൊന്നുമല്ല. പിന്നെ സൂ വരുന്നുണ്ട്, നാട് കാണിക്കപ്പുറത്ത് വരുന്നുണ്ട്. എങ്ങനെയാണ് വരിക? നിങ്ങൾ എന്താ ഇപ്പൊ തളിപ്പറമ്പ് തൃശ്ശമ്പലം ബസ് സ്റ്റാൻഡ് എന്ന നിങ്ങളുടെ സങ്കല്പം പൊളിഞ്ഞ പോലെ തന്നെ അത് പൊളിയും. കാരണം അതിനൊന്നും ശാസ്ത്രീയമായിട്ടുള്ള ഒരു സംവിധാനം നോക്കിയിട്ടല്ല. നിങ്ങൾ ഇങ്ങനെ വികസനം കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് 300 ഏക്കർ സ്ഥലം വേണം. ഈ പറയുന്നതായ
സംവിധാനം വരാൻ. അവിടെ 200 ഏക്കറേ ഉള്ളൂ. 100 ഏക്കർ നിങ്ങൾ എടുക്കും അറ്റച്ച് ചെയ്യാൻ. എങ്ങനെ എടുക്കും? 300 ഏക്കർ വേണം. ഈ പറഞ്ഞ സംവിധാനത്തിന് 300 ഏക്കർ സ്ഥലം വേണം. ഇപ്പൊ ഈ തളിപ്പറമ്പ് തൃച്ചംബരം ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ വരും. അത് ഇപ്പോൾ ഞാൻ പറയട്ടെ, തളിപ്പറമ്പ് രാജരാജേശ്വരത്തിലെ റോഡ് 2 കൊല്ലമായി കോൺട്രാക്ട് ഓടി, 2 വർഷമായി. ഇപ്പോഴും നടന്നോ? എന്താ നടക്കാത്തത്? നമ്മളിതൊക്കെ കാണുന്നില്ല. നമ്മൾ നാളെ ഇപ്പോൾ ശിവരാത്രിക്കൊക്കെ ആളുകൾ എത്ര ബുദ്ധിമുട്ടി, പ്രാവശ്യം എത്ര ബുദ്ധിമുട്ടി. അപ്പോൾ നമ്മൾ ഇങ്ങനെയില്ല, ഈ ഒരു വികസനം എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ പൈസ കൊടുത്തു അത് പൂർത്തിയാക്കണ്ടേ? ഇപ്പൊ നേരത്തെ എറണാകുളം പറഞ്ഞ മാതിരി കൊളോള റോഡ് എത്ര കൊല്ലായി കിടക്കുന്നത്, നമ്മളൊക്കെ ഇത് അത്ര സമരം ചെയ്തതാണ്. അപ്പൊ നമ്മളിങ്ങനെ ഈ പറയുന്നതല്ല. ഉദാഹരണം, മയ്യിൽ പോലീസ് സ്റ്റേഷനിൽ തർക്കം കിട്ടിയിട്ട് എത്ര കൊല്ലായി? 8 കൊല്ലാറ്റായി. മയ്യിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും? അവിടെ എന്താ സൗകര്യം? ഇരിക്കാൻ പോലും സൗകര്യം. പരാതിക്കാരൻ ഇങ്ങനെ നിൽക്കേണ്ടി വരും. അവിടെ സൗകര്യം ഉണ്ടോ? അതൊരു ചെറിയൊരു വാടക കെട്ടിടമാണെന്ന്, ഒരു വീട് പുറത്ത് സാധനം. 8 വർഷമായിട്ടായി ഇത് തർക്കം കിട്ടി. അത് കാട് പിടിച്ച് കിടക്കുക. ഇത് നമ്മൾ പറയുമ്പോ നമ്മൾ പച്ചയായിട്ടുള്ള വാസ്തവങ്ങളാണ് പറയുന്നത്. അപ്പോ ഇങ്ങനെ വികസനം ഉണ്ടായി 50 വർഷമായിരുന്നു. അര നൂറ്റാണ്ട് ഒരു പാർട്ടി തന്നെ MLA ആയിട്ട് വരുന്നു. അതിന്റെ വികസനം ഉണ്ടെന്ന് ഞാൻ ബഹുമാനപ്പെട്ട CM കൃഷ്ണനോട് അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിൽ ശരി ശ്രീ ഗംഗാധരൻ, ഈ 50 വർഷക്കാലത്തെ ഈ വികസന കോട്ടങ്ങൾ BJP ഉയർത്തിക്കാട്ടുന്നു. പക്ഷെ ഇത് എങ്ങനെയാണ് BJPക്ക് അനുകൂലമായ വോട്ടായി മാറുക? BJP പറഞ്ഞല്ലോ, വികസിത കേരളം എന്ന സങ്കല്പത്തിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ വികസിത കേരളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പ്രതിപക്ഷത്തെ ആളുകൾ പോലും പുകഴ്ത്തുന്ന രീതിയിലുള്ളതായ ഒരു പിന്നെ വികസനമല്ലേ നടക്കുന്നത്. ശരി, കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ തളിപ്പറമ്പ് മണ്ഡലത്തിലും പ്രതിഫലിക്കും. അതാണ് BJPയുടെ പ്രതീക്ഷ. ശരി, വികസിത കേരളം എന്നുള്ള സങ്കല്പത്തിൽ തളിപ്പറമ്പിൽ ഇത്തവണ പോരാട്ടം കനക്കുമോ? ഓപ്പൺ ഫോറം ചർച്ച തുടരുകയാണ്. ശ്രീ CM കൃഷ്ണൻ, താങ്കൾ വികസന നേട്ടങ്ങളൊക്കെ തന്നെ ഉയർത്തിക്കാട്ടി അതിനൊക്കെ തന്നെ എതിരായി പറയുകയാണ് മെഹമൂദ് അള്ളാംകുളവും AP ഗംഗാധരനും. വികസനത്തിലേറെ പിറകിലാണ്. താലൂക്ക് ആശുപത്രിയും ബസ് സ്റ്റാൻഡും ഒക്കെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. സഫാരി പാർക്ക് പദ്ധതി പൊളിയും. അവിടെ 300 ഏക്കർ സ്ഥലം വേണ്ടെടുത്ത് 200 ഏക്കർ മാത്രമാണ് ഉള്ളത്. ഇത്തരത്തിൽ മെഹമൂദ് അള്ളാംകുളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, കാസർഗോഡ് ലോക്സഭാ മണ്ഡലം UDF എങ്ങനെയാണോ പിടിച്ചെടുത്തത് അതുപോലെ തന്നെ LDFിൻ്റെ കോട്ടയായ തളിപ്പറമ്പും പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ 2016 ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 40,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു മണ്ഡലം, അവിടെ 2021 തെരഞ്ഞെടുപ്പിൽ അത് 22,689 കുറയുന്നൊരു സാഹചര്യം. നേരെ മറിച്ച് കേരളത്തിലെ ഒരു സാഹചര്യം 2021 തെരഞ്ഞെടുപ്പിൽ 91 സീറ്റുണ്ടായിരുന്ന LDF 99 സീറ്റ് ഉയർത്തിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണെന്ന് ഓർക്കണം. അവിടെയാണ് LDFിൻ്റെ ഭൂരിപക്ഷം വലിയ തോതിൽ തളിപ്പറമ്പ് പോലുള്ളൊരു മണ്ഡലത്തിൽ ഇടിയുന്നത്. അതോടൊപ്പം അതിനുശേഷം വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ K സുധാകരൻ ലീഡ് നേടുന്ന ഒരു സാഹചര്യമൊക്കെ അല്പമെങ്കിലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ലേ LDFിനെ സംബന്ധിച്ചിടത്തോളം തളിപ്പറമ്പിൽ നിലവിൽ? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ടല്ലോ. തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. ഇപ്പോ നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏതാണ്ട് 10,000-ഓളം വോട്ടിന് മുന്നിലാണ്. ഇവിടെ തളിപ്പറമ്പ് താലൂക്ക് ആസ്പത്രിയെ കുറിച്ച് പറഞ്ഞല്ലോ. എങ്ങനെയാണിത് പറയാൻ വേണ്ടി കഴിയുന്നത് എന്നുള്ളതാണ് ഞാൻ ബഹുമാന്യനായ ശ്രീ അള്ളാംകുളം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചത്. ഏതാണ്ട് 34 കോടി രൂപയുടെ വികസനമാണ് തളിപ്പറമ്പ് താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ആധുനിക OT തിയേറ്റർ അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ OP കൗണ്ടർ ഇന്ന് ഏത് സർക്കാർ ആസ്പത്രിയിൽ പോയാലും അതിനേക്കാൾ ഏറ്റവും മികവുറ്റ നിലയിൽ അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാന്യനായ ശ്രീ ഗംഗാധരൻ തളിപ്പറമ്പ് താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ദൈനംദിനം വന്നുകൊണ്ടിരിക്കുന്ന രോഗികളുടെ കണക്കെടുത്തിട്ടുണ്ടോ? ഇന്ന് UDFിന്റെ ഭരണകാലത്ത് അങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കാറുണ്ടായിരുന്നില്ലല്ലോ. ഭ്രാന്തനായി കടിച്ചാൽ പോലും മരുന്നില്ലാത്ത കാലമായിരുന്നല്ലോ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകേണ്ടി വന്നിരുന്നതല്ലോ. അന്ന് പാരസെറ്റമോൾ ഗുളിക പോലും ക്ഷാമമുണ്ടായിരുന്ന കാലമായിരുന്നല്ലോ. ഇന്ന് നിങ്ങൾ പോയി നോക്കൂ, എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉണ്ട്, മരുന്നുണ്ട്, ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ അറിയില്ലേ മാങ്ങാട് മാതൃശിശു ഹോസ്പിറ്റല്, അതുപോലെ കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ള ഇത്രമാത്രം മികവുറ്റ ഒരു ആതുരാലയം നമുക്ക് കാണാൻ വേണ്ടി കഴിയുമോ? നിങ്ങൾ ഉടുപള്ളി CHCയുടെ കാര്യം പറഞ്ഞില്ലേ,
2 കോടി ഉറുപ്പ്യന്റെ പിന്നെ വികസന പ്രവർത്തനമാണ് അവിടെ സാധാരണ നിലയിലുള്ള കെട്ടിട സൗകര്യത്തിന് വേണ്ടി വെച്ചത്. 1 കോടി രൂപ ഐസൊലേഷൻ വാർഡിന് വേണ്ടി കൊയ്ത മാഷ് മുൻകൈ എടുത്ത് ചെയ്തു. ഏറ്റവും നല്ല ഒരു താലൂക്ക് ലെവൽ ഹോസ്പിറ്റലാക്കി ഉയർത്താൻ വേണ്ടി സാധിക്കത്തക്ക വിധത്തിലുള്ള ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ ഗോവിന്ദ മാഷ് ഇടപെടലിന്റെ ഭാഗമായിട്ടല്ലേ കഴിഞ്ഞത്. നിങ്ങളിപ്പോ തളിപ്പറമ്പിലെ ബസ് സ്റ്റാൻഡിലെ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, അതുപോലെ ഹൈവേന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ബഹുമാനപ്പെട്ട മന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ കാലത്ത് നടന്ന പാലാരിവട്ടം പാലത്തിന്റെ വേറൊരു പാലമായിരുന്നല്ലോ നമ്മുടെ പാപ്പിയശ്ശേരി പാലം. ആ പാലം ഇപ്പൊ എന്താ അവിടുത്തെ അവസ്ഥ? പൊളിക്കും തോറും അതിന്റെ ദുരവസ്ഥയെക്കുറിച്ച് മനസ്സിലായിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ട്രാഫിക് തിരിച്ചുവിട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വരുന്ന ചെറിയ പ്രശ്നങ്ങൾ ഇപ്പോഴുണ്ട്. അതൊക്കെ വളരെ വേഗത്തിൽ മാറാൻ വേണ്ടി പോവുകയാണ്. ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ്. കേരളം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലാണ് വികസന മുന്നേറ്റം. BJPന്റെ നേതാവ് ബഹുമാന്യനായ ശ്രീ ഗംഗാധരൻ പറഞ്ഞല്ലോ, വികസിത കേരളം. എങ്ങനെയാ വികസിപ്പിക്കുക കേരളത്തെ? പണം കൊടുക്കണ്ടേ? ഇന്നേ വരെ ഒരു കേന്ദ്ര ഗവൺമെന്റ് ചെയ്യാത്ത വിധത്തിലുള്ള വിവേചനമല്ലേ? കോൺഗ്രസ് ഭരിക്കുമ്പോഴും കേരളത്തോട് വിവേചനം ഉണ്ടായിട്ടുണ്ട്, ഞാനത് മറന്നുകൊണ്ട് പറയുന്നതല്ല. പക്ഷേ ഇന്നേ വരെ ഇല്ലാത്ത ഒരു വിരോധം വെച്ചുകൊണ്ടുള്ള ഒരു ഗവൺമെന്റ് എന്നുള്ള നിലക്ക് ചെയ്യാൻ വേണ്ടി പാടില്ലാത്ത കാര്യമല്ലേ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് പൊതുവിലും കേരളത്തോട് പ്രത്യേകിച്ചും കേന്ദ്ര ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാ കേരളത്തെ വികസിപ്പിക്കുക? നിങ്ങൾ ആവശ്യമായ രീതിയിലുള്ള ഫണ്ട് ഇവിടെ നൽകുന്നുണ്ടോ? എന്നിട്ടും ഇന്ത്യയിൽ ഏറ്റവും വലിയ രീതിയിൽ ജനങ്ങളുടെ വരുമാനത്തിന്റെ കാര്യത്തിലായാലും കേരളത്തിന്റെ പൊതുവായിട്ടുള്ള വരുമാന സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിലായാലും ഇന്ത്യക്ക് മാതൃകയല്ലേ കേരളം? നിങ്ങളിപ്പോ KSRTCന്റെ സൗജന്യ യാത്രയെക്കുറിച്ചെല്ലാം രാഹുൽ ഗാന്ധി പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. സൗജന്യ യാത്ര പറഞ്ഞതായിരുന്നു കർണാടകത്തിൽ. എന്താ ഉണ്ടായത്? അനുഭവമില്ല നമ്മുടെ മുമ്പിൽ. അവിടെ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അവസാനം വലിയ പ്രതിസന്ധിയിലായി. KSRTC അടുത്ത കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അടച്ചുപൂട്ടുമെന്ന സാഹചര്യം വന്നപ്പോൾ മറ്റുള്ളവരുടെ മേലെ 4-5 ഇരട്ടി ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭവും പ്രശ്നങ്ങളും ആ കർണാടകത്തിൽ ഉയർന്നു വന്നത് നമുക്ക് മറക്കാൻ വേണ്ടി കഴിയുമോ അള്ളാങ്കുളെ? അപ്പോൾ സംഗതി യഥാർത്ഥത്തിൽ വസ്തുതകൾ കണ്ടുകൊണ്ട് കാര്യങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യണം. നാളിതുവരെ നടന്നതുപോലെയുള്ള ഒരു വികസനമാണോ തളിപ്പറമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ അറിയില്ലേ? അള്ളാങ്കുളത്തിന് അറിയില്ലേ? നമ്മുടെ സർ സെയ്ദ് കോളേജിന്റെ താഴെ, ബ്ലോക്ക് ഓഫീസിന്റെ താഴെ, നമ്മുടെ കിലയുടെ ഭാഗമായി ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ജില്ലാ സ്റ്റേഡിയം അല്ലേ 50 കോടി രൂപക്ക് വേണ്ടി അവിടെ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നത്? കഴിഞ്ഞ ദിവസമല്ലേ നമ്മുടെ മന്ത്രി പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു, അതിന്റെ പ്രവർത്തനം ആരംഭിച്ചില്ലേ? അതൊക്കെ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയല്ലേ? നമ്മുടെ രാജ്യത്തെ യുവാക്കളെ, അതുപോലെ യുവജനങ്ങളെ പൊതുവില്, അതുപോലെ വയോജനങ്ങളെ എല്ലാം. വയോജന കമ്മീഷൻ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ കേരളത്തിലല്ലേ വയോജന കമ്മീഷൻ ഉള്ളത്? അതുപോലെ നിങ്ങൾ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ 3000 എന്ന് പറയുന്നു. നിങ്ങൾ 600 രൂപ 18 മാസം കൊടുക്കാത്തവരായിരുന്നില്ലേ? മുട്ട കൊടുക്കാത്ത പാത്തു കോഴീനെ കൊടുക്കുന്നു പറയുന്നത്. ജനങ്ങൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ അതിലേക്കല്ല. നമ്മുടെ മണ്ഡലത്തിൽ കാര്യങ്ങൾ നോക്കിയാൽ ഇപ്പോൾ മയ്യിൽ പോലീസ് സ്റ്റേഷന് കെട്ടിടത്തിന്റെ കാര്യം ഇപ്പോൾ ഇവിടെ ശ്രീ ഗംഗാധരൻ സൂചിപ്പിക്കുകയുണ്ടായി. 2 കോടി രൂപ അതിന് അനുവദിച്ചിട്ടുണ്ട്. ആ കെട്ടിടം യാഥാർത്ഥ്യമാകും. അതുകൊണ്ട് മയ്യിൽ പോലീസ് സ്റ്റേഷൻ മാത്രമല്ല, നിങ്ങൾ കാണേണ്ടുന്നത്, നമ്മളെല്ലാവരും കാണേണ്ടുന്നത്, നമ്മുടെ നാട് മനസ്സിലാക്കുന്നത്, ജനങ്ങൾ ഒരുപോലെ ഒരേ കണ്ഠത്തിൽ അഭിപ്രായം പറയാൻ വേണ്ടി പോകുന്നത് തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലത്തിൽ ഒരു വിവേചനവുമില്ല. ഒരു രാഷ്ട്രീയമായ സങ്കുചിത രാഷ്ട്രീയമോ മറ്റേതെങ്കിലും പ്രദേശത്തോട് വിവേചനമോ കാണിക്കാത്ത വിധത്തിലുള്ള വലിയ വികസന മുന്നേറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ ഗംഗാധരൻ എൻ്റെ വീടിന്റെ അടുത്തുള്ള ഒരു കുടുംബക്ഷേമ കേന്ദ്രത്തിന്റെ കാര്യം പറഞ്ഞു. നാളിതുവരെ അത് ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോൾ അത് സജീവമാണ്. ശ്രീ ഗംഗാധരൻ, അവിടെ മൊബൈൽ യൂണിറ്റ് ഉണ്ടല്ലോ, മൊബൈൽ യൂണിറ്റിന്റെ ഭാഗമായി അവിടെ പോകുന്നുണ്ട്. പൊതുവെ ഗവൺമെന്റിന്റെ മുന്നിലേക്ക് ചില ഇന്നത്തെ കാലത്തിനനുസരിച്ച് അതിനെ ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടി ആതുര ശുശ്രൂഷ രംഗത്തെ ഈ കേരളത്തിലുള്ള പൊതു മുന്നേറ്റത്തിന്റെ ഭാഗമായി അതിനെ പുതിയ രീതിയിൽ ഉയർത്താൻ ആവശ്യമായ രീതിയിൽ എന്താ സാധിക്കുക എന്നുള്ളതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി കഴിയുന്ന സേവനം ഇപ്പൊ തന്നെ ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങൾ കൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കൊളോളം റോഡിന്റെ 8 കൊല്ലം എന്നൊക്കെ, അതിനൊക്കെ ഒരുപാട് അള്ളാങ്കുളത്തിനൊക്കെ അറിയുന്നതാണ്. ഞാനും അള്ളാങ്കുളവും ഒക്കെ നമ്മളിപ്പോ ടാഗോറിന്റെ അതിലേക്കൂടെ വന്ന് നമ്മുടെ അള്ളാങ്കുളം വഴി നമ്മൾ സർ സെയ്ദ് കോളേജിന്റെ അതിലേക്കൂടെ നമ്മുടെ ബാബുപറമ്പ് റോഡിന് കണക്ട് ചെയ്യാം, ഭ്രാന്തംകുന്ന് റോഡിലേക്ക് കണക്ട് ചെയ്യുന്ന നമ്മുടെ എയർപോർട്ടിലേക്ക് ലിങ്കി റോഡായിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമെടുപ്പും കാര്യങ്ങളുമായിട്ട് വരുമ്പോൾ ഉണ്ടായിട്ടുള്ള ചില സാങ്കേതികത്വങ്ങളും പ്രശ്നങ്ങളും നമുക്കെല്ലാം അറിയുന്നതാണല്ലോ. ഇതുപോലത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ ഭാഗമായി ചില കാലതാമസങ്ങൾ വന്നുപോയിട്ടുണ്ട്. അതെല്ലാം എല്ലാ തടസ്സങ്ങളും നീങ്ങി
ഇപ്പൊ സഫാരി പാർക്കിന് സ്ഥലത്തിന്റെ പരിമിതി എന്നുള്ളത് ഒന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. 300 ഏക്കറയാണ് വേണ്ടത്. ആ 300 ഏക്കറയും ഗവൺമെന്റ് കൊടുക്കാൻ റവന്യൂ വകുപ്പ് എല്ലാ നിലയിലും കാര്യങ്ങൾ ഉറപ്പായിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. തളിപ്പറമ്പില് വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾ കാണാൻ വേണ്ടി LP സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെ നിങ്ങളെ കാലത്ത് 10.5 ലക്ഷം കുട്ടികൾ ഒഴിഞ്ഞുപോയില്ലേ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന്? ഇപ്പൊ 10 ലക്ഷം കുട്ടികളല്ലേ പഠിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു LP സ്കൂളിന്റെ കെട്ടിട ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. 3 നില കെട്ടിടം ഗവൺമെന്റ് LP സ്കൂളിന്, 1 ഗ്രൗണ്ട് ഫ്ലോർ, ബാക്കി 2 നില. കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകില്ലേ? എന്തുമാത്രം വലിയ മുന്നേറ്റമാണ് തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലത്തിലാണ് 100% SLC വിജയം യാഥാർത്ഥ്യമായത്. ഈ കേരളത്തിലെ ഈ കഴിഞ്ഞ SLC പരീക്ഷയിൽ 100% SLC വിജയമുണ്ടായ മണ്ഡലം എന്നുള്ള പേര് തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലത്തിനാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ശരിയായ രീതിയിൽ കണ്ടാൽ, സങ്കുചിതമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ അങ്ങനെ വിലയിരുത്തിയാൽ പരിമിതികളും പോരായ്മകളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചു. പക്ഷെ ജനങ്ങൾ അതല്ല, അനുഭവവേദ്യമായിട്ടുള്ള വികസനമാണ്. എല്ലാ അർത്ഥത്തിലും വികസനമുണ്ട്. നമ്മളെ ആതുര ശുശ്രൂഷ രംഗത്തും തളിപ്പറമ്പ് ഏറ്റവും വലിയ മാതൃകാപരമായ ഒരു മണ്ഡലമായി തളിപ്പറമ്പ് മണ്ഡലം മാറിയിട്ടുണ്ട്. വിശേഷിച്ചും തളിപ്പറമ്പ് നേരത്തെ പറഞ്ഞതുപോലെ കണക്റ്റിംഗ് തളിപ്പറമ്പിന്റെ ഭാഗമായി 2000 ആളുകൾക്കാണ് തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലത്തിൽ ജോലി ലഭ്യമായിട്ടുള്ളത്. അതൊക്കെ ഏതെല്ലാം വീട്ടിൽ ജോലി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിനിടെ അള്ളാങ്കുളൂട്ട് ഞാനും ഉണ്ട്. സർ സെയ്ദ് കോളേജിൽ ഒരു പരിപാടിക്ക് പങ്കെടുത്തു. ബഹുമാന്യനായ സ്കൂളിന്റെ മാനേജർ അഡ്വക്കേറ്റ് മുഹമ്മദ് ഖാൻ അദ്ദേഹം എന്നോട് വ്യക്തിപരമായി സൂചിപ്പിക്കുകയുണ്ടായി, ഞാൻ ഈ തളിപ്പറമ്പ് മണ്ഡലത്തിന്റെ മോഡൽ മറ്റൊരു മണ്ഡലത്തിൽ മാതൃകയാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന്. അപ്പൊ എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വലിയ വികസന മുന്നേറ്റമാണ് തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്. അത് ആ യാഥാർത്ഥ്യം നമുക്ക് ഉൾക്കൊള്ളാൻ രാഷ്ട്രീയമായ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട അള്ളാകുളത്തിനോ CAP ഗംഗാധരനോ ചിലപ്പോൾ കഴിഞ്ഞില്ല എന്ന് വരാം. പക്ഷേ ജനങ്ങൾ അതല്ല, നമ്മളെല്ലാം വീടുകളിലുള്ള നാട്ടിലുള്ള ജനങ്ങളുടെ കുടുംബങ്ങൾ പൊതുവിൽ സംസാരിക്കും. പിന്നെ AKG നെഹ്റുവിനെ വെല്ലുവിളിച്ചു, അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗം തന്നെ. അതുകൊണ്ട് ചില രാഷ്ട്രീയ സാഹചര്യത്തിന്റെ ഭാഗമായി ചില മണ്ഡലത്തിന്റെ പുനർനിർണയവും കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ പിന്നീട് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് ആ ചുവന്ന കാസർഗോഡിന്റെയും ചുവന്ന കണ്ണൂരിന്റെയും തളിപ്പറമ്പിന്റെയും ചരിത്ര പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോയിട്ടുള്ളത് എന്ന വസ്തുത കൂടി കണക്കിലെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി. ശ്രീ മെഹമൂദ് അള്ളാംകുളം, അതാണ് വികസനമൊന്നും നടന്നിട്ടില്ല എന്ന് ചുമ്മാ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? വികസനം നിങ്ങൾ കാണാത്തത് കൊണ്ടാണ്, നടപ്പിലാക്കുന്ന വികസനങ്ങൾ കാണാത്തത് കൊണ്ടാണ്. താലൂക്ക് ആശുപത്രിയൊക്കെ ഒന്ന് ചെന്ന് കാണണമെന്നാണ് ശ്രീ LDF പ്രതിനിധി പറയുന്നത്. എന്താണ് മറുപടി? കൃഷ്ണേട്ടൻ അവസാനം പറഞ്ഞിട്ട് തുടങ്ങാം. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. നേരത്തെയുള്ള അതേപോലെ തന്നെയാണ് ആ മണ്ഡലം ഉള്ളത്. തളിപ്പറമ്പ് പോലെ 1-2 മണ്ഡലങ്ങൾ മാറിയെന്നല്ലാതെ ബാക്കിയൊക്കെ അവിടെ ഉള്ളത് തന്നെയാണുള്ളത്. അതെന്തായാലും അത്ഭുതം തളിപ്പറമ്പിൽ ഇത്തവണ വരുമെന്ന് ഞങ്ങളൊക്കെ ഏറെ പ്രതീക്ഷിക്കുന്നത് CPM ആണ്. ഒരു മാറ്റം അത്യാവശ്യമാണ് തളിപ്പറമ്പിൽ എന്നുള്ളത്. അത് തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് കൃഷ്ണട്ടോട് പറയാം. ഞാൻ പറഞ്ഞു വരുന്നത്, താലൂക്ക് ആശുപത്രിയിൽ കൃഷ്ണട്ടൊന്ന് പോകണം ഇന്ന്. ആ ആശുപത്രിയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ചെറുതൊന്നുമല്ല. ആവശ്യത്തിന് ഡോക്ടർ ഇല്ല, അവിടെ സൗകര്യങ്ങളില്ല. തുടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചിട്ട് അതിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല. ഇവിടെ AP സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ സംവിധാനം വരേണ്ടത്. 50 വർഷക്കാലത്തോളം LDF മാത്രം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു നിയോജക മണ്ഡലത്തിലെ താലൂക്ക് ആശുപത്രിയുടെ ഗതിയാണിത്. ആരോഗ്യമന്ത്രി കണ്ണൂർ ജില്ലയിലുണ്ടായിരുന്നു 2 തവണ. എന്നിട്ടും കേരളത്തിലെ മറ്റ് താലൂക്ക് ആശുപത്രി പോലെ നമ്മൾ താലൂക്ക് ആശുപത്രി ആയിട്ടില്ല. ജനറൽ ആശുപത്രി ആവേണ്ടതായിരുന്നു. ഒരു തവണ പ്രഖ്യാപനം വന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. പക്ഷേ പിന്നീട് വന്ന LDF ഗവൺമെന്റ് ആ പ്രഖ്യാപനം പൂർത്തീകരിച്ചിട്ടില്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ തുടങ്ങാൻ ആലോചിക്കുന്നു, അതിന് പൈസ നീക്കിവെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതല്ലാതെ പൂർത്തീകരിച്ച പദ്ധതി ജനങ്ങൾക്ക് പറയാൻ സാധിക്കുന്ന രൂപത്തിൽ, ജനങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന രൂപത്തിൽ പൂർത്തീകരിച്ച പദ്ധതിയാണ് നമുക്ക് ആവശ്യം. മയിൽ പോലീസ് സ്റ്റേഷന്റെ കഥ പറഞ്ഞു. ആ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് കടന്നു പോകണ്ട, ഒരു പരാജയമായി പോകാൻ പോലും പറ്റാത്ത രൂപത്തിൽ 2 വർഷമായി തറക്കല്ലിട്ടിട്ട് ജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. കൊളോള റോഡിന്റെ കാര്യം 8 വർഷക്കാലമായിട്ട് നമുക്ക് അതിന്റെ പണി തുടങ്ങാൻ സാധിച്ചിട്ടില്ല.
1 വർഷം 2 വർഷം 8 വർഷക്കാലമായി. പിന്നീട് വിദ്യാഭ്യാസ രംഗത്ത് പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു വന്നത് ആയിരക്കണക്കിന് കുട്ടികൾ തളിപ്പറമ്പിൽ നിന്ന് SSLC പാസ്സായി അവരെ തുടർ പഠനത്തിന് കഷ്ടത അനുഭവിക്കുക. ടാഗോർ വിദ്യാനികേതൻ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ ഒരു പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനമാണ്. സൗകര്യങ്ങളുടെ അപര്യാപ്തത കൊണ്ട് കുട്ടികൾ വളരെ പ്രയാസത്തിനാണ്. ഒരുപാട് പ്രദേശങ്ങൾ, ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞാലും തളിപ്പറമ്പ് ടൗണിനകത്തുള്ള ടാഗോർ വിദ്യാനികേതന്റെ വികസനം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തളിപ്പറമ്പിലേക്ക് കടന്നു വരേണ്ടതാണ്. MLA എന്ന നിലയിൽ മന്ത്രിയായ MLA ആണ്. മാത്രമല്ല കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരാൻ ഏറെ സാധ്യമാകുന്ന ഒരു മണ്ഡലമാണ്. ശ്രീ അള്ളാംകുളം, ഈ തളിപ്പറമ്പ് നഗരത്തിന്റെ കാര്യം പറയുമ്പോൾ അതിലെ ഉത്തരവാദിത്വം ഈ നഗരസഭയ്ക്ക് കൂടിയില്ലേ? UDF ഭരിക്കുന്ന ഒരു നഗരസഭയല്ലേ തളിപ്പറമ്പ്? അതിൽ കൃത്യമായ ഇടപെടൽ നഗരസഭയുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാവേണ്ടതല്ലേ? അങ്ങനെയെങ്കിൽ മാത്രമല്ല ഈ പദ്ധതികളൊക്കെ തന്നെ യാഥാർത്ഥ്യമാവുകയുള്ളൂ. അങ്ങനെ കൃത്യമായി അതൊക്കെ നടക്കുന്നുണ്ടോ? കൃത്യമായ ഇടപെടലുകൾ കൊണ്ടാണ് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ജെയിംസ് മാത്യു MLA ആയ സമയത്താണ് ചെറവക്ക് മുതൽ കപ്പാലം ചെറവക്ക് എന്ന് പറയുന്ന ഏറ്റവും പ്രയാസപ്പെട്ട ഒരു വികസന പ്രവർത്തനം നടക്കേണ്ട സ്ഥലമായിരുന്നു. ഏകദേശം 3 മീറ്റർ മാത്രം വീതിയുള്ള ഒരു റോഡായിരുന്നു ചെറവക്ക് കപ്പാലം മന്ന വരെയുള്ള റോഡ്. ആ റോഡിനെ അത് 15 മീറ്ററും 13 മീറ്ററും ആക്കി മാറ്റുന്നതിന് നഗരസഭയുടെ വലിയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. വീതി കൊടുക്കാൻ ജനങ്ങളെ സമീപിച്ച് വീതി കൊടുത്തുകൊണ്ടാണ് തളിപ്പറമ്പിൽ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണി എന്ന നിലയിൽ UDFന്റെ എല്ലാ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, തളിപ്പറമ്പ് ഹൈവേ തന്നെ ഒരു ആംബുലൻസ് കടന്നു പോകാൻ പ്രയാസപ്പെടുന്ന ഹൈവേ ഇന്ന് കാണുന്ന ഹൈവേ ആക്കി മാറ്റുന്നതിന് VK ഇബ്രാഹിം കുഞ്ഞ് മിനിസ്റ്ററായ സമയത്ത് ജെയിംസ് മാത്യു MLA കൂടെ അന്ന് ജീവിച്ചിട്ടുണ്ടായിരുന്ന, ഇന്ന് 3 പേർ മരണപ്പെട്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട VK അബ്ദുൽ ഖാദർ മൗലവി, KV മുഹമ്മദ് കുഞ്ഞ് മാഷ്, സതീശൻ പാച്ചേനി, 3 ആളുടെ നേതൃത്വത്തിൽ ബഹുമാനായ MLA കൂട്ടി മന്ത്രിയെ കണ്ടിട്ടാണ് 5 കോടി രൂപ കൊടുത്തുകൊണ്ടാണ് അതിന്റെ പ്രവൃത്തി നടന്നത്. ഇന്ന് ആ റോഡിലേക്കൂടെ വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കുന്നില്ല. ആ റോഡ് റീടാറിങ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം ബഹുമാനപ്പെട്ട MLA ഭാഗത്ത് ഉണ്ടാവേണ്ടതായിരുന്നു. അത് ഉണ്ടായിട്ടില്ല. അങ്ങനെ ആരോഗ്യ രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിലും മറ്റ് നിയോജക മണ്ഡലം അപേക്ഷിച്ച് നമ്മുടെ മണ്ഡലം 50 വർഷക്കാലം LDF ഭരിച്ചിട്ടും നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അതിന്റെ പ്രതിഫലനം തീർച്ചയായും ഈ വരുന്ന തെരഞ്ഞെടുപ്പിലുണ്ടാകും. ഇവിടെ KSRTCയിലെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, കർണാടക സർക്കാർ ഇന്ത്യയിലെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബഹുമാനായ ശ്രീമതി രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള രാജസ്ഥാനിലെ ഗവൺമെന്റ് നടത്തിയ ആരോഗ്യ ഇൻഷുറൻസ് മേഖല 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് നൽകാനാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മുന്നിൽ വെച്ചിട്ടുള്ളത്. KSRTC ബസ്സിന്റെ സൗജന്യ യാത്ര തീർച്ചയായും നടപ്പിലാക്കാൻ കഴിയും. നടപ്പിലാക്കാൻ സാധിക്കുന്നത് മാത്രമേ UDF പറയാറുള്ളൂ. ഇവിടെ പറഞ്ഞു 600 രൂപ പെൻഷൻ കൊടുത്തില്ല. ഉമ്മൻചാണ്ടി സർക്കാർ പോകുന്ന സമയത്ത് 1 രൂപ പോലും ബാക്കി വെച്ചില്ല എന്ന് പലതവണ നിയമസഭയിലടക്കം തന്നെ നമ്മൾ സൂചിപ്പിച്ച കാര്യമാണ്. കള്ളക്കണക്ക് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ LDF ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ കാര്യത്തിൽ ഒരു പരിശോധന നടത്തിയാൽ തന്നെ മനസ്സിലാക്കുന്നതാണ്. ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളല്ലാതെ കേരളത്തിൽ എന്ത് വികസന പ്രവർത്തനമാണ് LDF നടത്താൻ സാധിച്ചിട്ടുള്ളത്? നമുക്ക് ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. കേരളത്തെ രാജ്യാന്തര വികസന പ്രവർത്തനം നടത്തുന്ന ഒരു സംസ്ഥാനമാക്കി മാറ്റാൻ തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കും. ശരി, ശ്രീ AP ഗംഗാധരൻ, ഈ സഫാരി പാർക്കൊക്കെ കൃത്യമായി വരും, അതിനുള്ള സ്ഥലമൊക്കെ തന്നെ സർക്കാർ ഏറ്റെടുത്ത് നൽകും. ഈ വികസിത കേരളം എന്ന മുദ്രാവാക്യമൊക്കെ ഈ BJP ഉയർത്തുമ്പോൾ ഈ കേരളം വികസിക്കാൻ ആവശ്യമായ കേന്ദ്ര ഫണ്ടും കൂടി കൃത്യമായി ലഭ്യമാക്കേണ്ടതല്ലേ? അതൊക്കെ തന്നെ നടക്കുന്നുണ്ടോ? അതായിരുന്നു പ്രധാനപ്പെട്ട CM കൃഷ്ണന്റെ പ്രധാനപ്പെട്ട ചോദ്യം. ഈ എത്രയോ പ്രാവശ്യം ഈ ലോകസഭയിൽ നമ്മുടെ കേന്ദ്ര ധനമന്ത്രി ഇവിടെ കൊടുത്ത കണക്കുകളൊക്കെ കൃത്യമായി പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. അവിടെ ഇവരുടെ പ്രതിനിധികളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് വികസനം എന്ന ഒരു വാക്ക് തന്നെ 2014 ശേഷം ഇന്ത്യയിൽ വന്നത്. ഇപ്പോ ഈ നാഷണൽ ഹൈവേ അത് ഇന്ത്യയിൽ ഇപ്പോ എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. ഇപ്പോ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഞാൻ ചോദിക്കട്ടെ, 20 വർഷം മുമ്പേ വരേണ്ട ഈ ഹൈവേ ആ 20 വർഷം നഷ്ടപ്പെടുത്തിയതിന് LDFന് പങ്കില്ലേ? അന്ന് വിഭജിക്കപ്പെടും, അപ്പുറത്തെ പക്ഷം ഇപ്പുറത്ത് കാണൂല എന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്തവരാണല്ലോ. ഇപ്പോ വികസനം എന്ന് പറയുന്ന വാക്ക് തന്നെ
ഞാൻ പറയുന്നത് കേട്ടത് 2014 ശേഷമുള്ള നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം വികസനം എന്ന് പറയുന്നത് കേട്ടത്. അതായത് വികസനം 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 എന്ന് പറയുന്ന ഒരു വാക്കുകൾ സ്ഥിരമായിട്ട് എല്ലാ ആൾക്കാരും പറയുന്നത് കേട്ടത്. അങ്ങനെ അതിന് മുമ്പൊന്നും അങ്ങനെ നമ്മൾ 7 മന്ത്രിമാരുടെ കേരളത്തിലുണ്ടായിട്ടും ഇവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷനും നവീകരിച്ചിട്ടില്ല, ഇവിടുത്തെ ഒരു റോഡും പുനരുദ്ധരിച്ചില്ല. അതായത് മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. നമുക്കൊക്കെ പ്രായമുണ്ടെന്നേ നമ്മളിത് കണ്ടതാണ്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോ 200 ഏക്കർ സ്ഥലം ഇവിടെ എടുക്കാം, 300 ഏക്കർ ആക്കും. അത് എങ്ങനെ ആക്കുക? അതൊന്നും ഈ ജന്മത്തിൽ നടക്കില്ല ശ്രീകൃഷ്ണൻജി, നടക്കില്ല. കാരണം അറിയോ, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് തകരാറുണ്ട്. നിങ്ങളുടെ സങ്കല്പം ഒരു ഉട്ടോപ്യൻ സങ്കല്പമാണ്. അത് നിങ്ങളുടെ പാർട്ടിയുടെ ആദർശത്തിന്റെ ഒരു പ്രത്യേകത. അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ കൂട്ടായിട്ടൊന്നും പറയുന്നില്ല. ഇത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം പറശ്ശിനിക്കടവ് കേന്ദ്രമാക്കി ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കുന്നു ഗോവിന്ദ മാഷ പ്രകടന പത്രികയിൽ ഉണ്ടല്ലോ, എവിടെ പോയി? ഉണ്ടല്ലോ, 5 കൊല്ലമായില്ലേ? ഇപ്പൊ നമ്മൾ കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ, പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. ഇത് നമുക്കറിയാം. കാരണം കടം പണിച്ച് ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ്. കടം പണിച്ചിട്ട് അതിന് പലിശ കൊടുത്ത് അത് പിന്നീട് കടം പണിച്ച് ജീവിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഞാനടക്കം ജീവിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായി ഫണ്ട് കിട്ടാത്തത് കൊണ്ടാണ് കടം വാങ്ങേണ്ടി വരുന്നതാണ് കേരളം പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ പറയുമ്പോ നിങ്ങൾക്ക് പത്രക്കാർ നിങ്ങൾ ഒന്ന് അടിച്ചു നോക്ക്, ഗൂഗിളിൽ അടിച്ചു നോക്ക്, എത്ര കൊടുത്തു എന്നുള്ള കണക്കുകളുടെ. ഇതൊക്കെ ഒരു പത്രക്കാർ പറയുന്നതല്ല, കേരള സർക്കാർ പറയുന്നതാണ്. കേരള സർക്കാർ പറയുന്നത് നിങ്ങൾ ആ പറയുന്ന കാര്യങ്ങൾ പിണറായി വിജയനും അതിൽ ധനമന്ത്രി പറയുന്നതല്ലോ, അത് വാസ്തവമല്ലല്ലോ. വാസ്തവല്ലാതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു. പാർലമെന്റിൽ പറയുന്നുണ്ടല്ലോ, പാർലമെന്റിൽ കളവ് പറഞ്ഞാൽ അതിനെതിരെ നടപടികളുണ്ടല്ലോ. ധനമന്ത്രി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, എല്ലാവരും കേട്ടല്ലോ. പിന്നെന്താ ഇവർക്ക് ഇത് പറഞ്ഞ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിന് പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാല് ഇവിടെ BJPക്കെതിരെ ആളുകൾ തിരിക്കാൻ പറ്റുന്ന രാഷ്ട്രീയമാണ്. അതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ചെയ്യുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നു പറയുന്നതൊക്കെ തന്നെ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ കേരളത്തിലെ വികസനം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ നിങ്ങൾക്ക് ഒരു തകരാറുണ്ട്. സങ്കല്പം ഈ ബസ് സ്റ്റാൻഡ് പോലെയാണ്. തളിപ്പറമ്പ് തൃച്ചംബരം ബസ് സ്റ്റാൻഡ് എങ്ങനെയാണോ നഷ്ടപ്പെട്ടത്, അതാണ് നിങ്ങളുടെ വികസന കാഴ്ചപ്പാട്. അതുകൊണ്ട് നമ്മുടെ വികസനത്തിനെ കുറിച്ച് ഇപ്പൊ ഈ പോലീസ് സ്റ്റേഷൻ നിങ്ങൾ പ്രകടനപത്രിക പറഞ്ഞല്ലേ, ജനറൽ ആശുപത്രി ആക്കുന്നത് എന്തിനാ? ജനറൽ ആശുപത്രി ആക്കുമ്പോൾ ശരാശരി ഒരു ഹോസ്പിറ്റലിൽ 3 സർജൻ ഉണ്ടാവണം, 3 MD ഉണ്ടാവണം, ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് 3 ഉണ്ടാവണം, ഗൈനോക്കോളജി 3 ഉണ്ടാവണം, പിന്നെ ഓർത്തോന്റെ 3 ആൾ ഉണ്ടാവണം. ഇപ്പൊ ആരാണുള്ളേ? നിങ്ങൾ ആടൊക്കെ വരുന്നുണ്ട്, ശരിയാണ്. ആടെ കാണിച്ച് നേരെ ഇപ്പുറം വന്ന് കാണിച്ചാൽ പോകാൻ എന്നോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ അപ്പുറത്ത് കാണിച്ച് ശരിയാകാത്തതുകൊണ്ട് സാധാരണ ആശുപത്രിയിൽ പോയി കാണിച്ചിട്ട് പോകുന്നവരുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. അത് ഒന്നുകൂടി പറഞ്ഞ് നിർത്തുകയാണ്. കൃഷ്ണൻജി, ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ. ഈ കഴിഞ്ഞ ലോക്സഭ 2019 ലോക്സഭയിൽ 803 വോട്ടിന്റെ ഡിഫറൻസ് ആണ് UDF LDF ഉണ്ടായിരുന്നത്. ഇപ്പോ 8864 വോട്ടിന്റെ ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ ഈ 9 തദ്ദേശ സ്ഥാപനങ്ങളിൽ ആന്തൂരും മയ്യിലും ഒഴികെ ബാക്കി എല്ലാടിക്കും നിങ്ങൾ പിന്നിലാണ് എന്നൊരു സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കും. ശരി, ശ്രീ CM കൃഷ്ണൻ, വലിയ ഭൂരിപക്ഷം നിർബന്ധമാണ് നമ്മൾ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തളിപ്പറമ്പിൽ. പക്ഷേ അത് അത്ര എളുപ്പമാകുമോ? AP ഗംഗാധരൻ ഏറ്റവും ഒടുവിൽ സൂചിപ്പിച്ചത് പ്രകാരം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1000-ന് താഴെയായിരുന്നു സുധാകരന്റെ ലീഡെങ്കിൽ 2024 അത് 8000-ന് മുകളിലേക്ക് ഉയർന്നു. അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനവിധിയെ കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. അത്ര എളുപ്പമാണോ വലിയ ഭൂരിപക്ഷത്തോടെ ഇത്തവണ മണ്ഡലം നിലനിർത്തുന്നത്? ബഹുമാനപ്പെട്ട ശ്രീ ഗംഗാധർജി, 67% കേന്ദ്ര ഗവൺമെന്റിന്റെ കടഭാരം. കേരളത്തിലത് 32% ചോടെയാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ എടുത്താൽ ഏറ്റവും ചുരുങ്ങിയ കടഭാരം നിലനിൽക്കുന്നത് കേരളത്തിലാണ്. 300 ഏക്കറെ കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠപ്പെടുകയോ വേണ്ട, അത് നമുക്ക് ആവശ്യമായ സ്ഥലം അവിടെ ലഭ്യമാകും. ഇവിടെ ഇൻഷുറൻസിന്റെ കാര്യം ചികിത്സാ രംഗത്ത് കൊണ്ടുവന്നാൽ ഉണ്ടാകുന്ന അനുഭവം എന്തായിരിക്കും എന്നുള്ളത് കോവിഡ് വന്നപ്പോൾ ലോകം ദർശിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ഇൻഷുറൻസുകാർക്കാണല്ലോ ചികിത്സാ സഹായം കിട്ടിയത്. അന്നേരമാണ് കൂടുതൽ ആളുകൾ അമേരിക്കയിലടക്കം മരിക്കേണ്ടി വന്നു പോയത്. ആ യാഥാർത്ഥ്യം നമ്മൾ മറന്നുകൊണ്ട് രാഹുൽ ഗാന്ധിന്റെ ഈ പുതിയ പ്രഖ്യാപനത്തെ കാണുന്നത്. അതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാൽ പൊതു ആരോഗ്യ സംവിധാനം UDF വന്നാൽ തകർക്കും എന്നുള്ളതിന്റെ പ്രഖ്യാപനമാണ് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ളത്. ആ ഒറ്റ കാര്യം മതി കേരളത്തിൽ തളിപ്പറമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കാൻ. അതുകൊണ്ട് തളിപ്പറമ്പിലെ വികസനം എന്ന് പറയുന്നതെല്ലാം കാണുന്ന വികസനമാണ്. ഇന്നലെ മങ്കരപ്പാലം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഉത്സവ അന്തരീക്ഷത്തിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. തറക്കല്ലിട്ടത് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത് ഗോവിന്ദ മാഷ്, ഉദ്ഘാടനം ചെയ്തതും ഗോവിന്ദ മാഷ് എന്ന രീതിയിലേക്കാണ് കേരളത്തിലെ തളിപ്പറമ്പിലെ പദ്ധതികൾ ഓരോന്നും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും വലിയ വികസന മുന്നേറ്റമാണ് കാണാൻ കഴിയണം. എല്ലാം യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞു. അതുപോലെ റവന്യൂ ടവർ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ്. എല്ലാ അർത്ഥത്തിലും
വലിയ വികസന മുന്നേറ്റം തന്നെയാണ് തളിപ്പറമ്പിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഇനിയും അത് ഓരോന്നോരോന്നായി ആവർത്തിച്ച് പറയുന്നില്ല. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും നമുക്ക് തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വിജയമായിരിക്കും ഇത്തവണ തളിപ്പറമ്പിൽ ഉണ്ടാവുക. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചരിത്രത്തിലെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി തളിപ്പറമ്പിൽ ഇത്തവണ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിക്കും. ഞങ്ങളുടെ പ്രതീക്ഷ എന്താണെന്ന് പറഞ്ഞാൽ 5 കൊല്ലക്കാലത്തെ ഈ കേരളത്തിലെ പൊതുവായിട്ടുള്ള വികസന മുന്നേറ്റമുണ്ട്, കേരളത്തിലെ ഗവൺമെന്റിന്റെ കാര്യങ്ങളുണ്ട്, വീട് കിട്ടിയവരുണ്ട്, ആരോഗ്യം സംരക്ഷിക്കപ്പെട്ടവരുണ്ട്, അതുപോലെ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായം കിട്ടിയവരുണ്ട്, തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലത്തിൽ ജോലി കിട്ടിയവരുണ്ട്, വികസനം അനുഭവിക്കുന്നവരുണ്ട്. അതുപോലെ എല്ലാ കാര്യത്തിലും ഉള്ള ഈ മുന്നേറ്റം വോട്ടായി മാറും. അതുകൊണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 865 ഇപ്പോൾ 10,000-ത്തിലേക്കാണ് അസംബ്ലി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭൂരിപക്ഷം എന്നുള്ളത് ഗംഗാധർജി ഒന്നത് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കുന്ന കാര്യമേ ഉള്ളൂ. നമുക്കെല്ലാം ഏത് നിലയിലും അതെല്ലാം ഓപ്പൺ ആയിട്ടുള്ള കണക്കാണല്ലോ, തുറന്ന കണക്ക് എന്നുള്ള നിലക്ക് നമുക്കതെല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വികസന നേട്ടത്തിന്റെ ഏറ്റവും വലിയ മുന്നേറ്റമായിരിക്കും ഇത്തവണത്തെ ഭൂരിപക്ഷം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് ഉള്ള ഏറ്റവും വലിയ ആത്മവിശ്വാസവും ആ ആവേശം തന്നെയാണ് എവിടെ നോക്കിയാലും തളിപ്പറമ്പിൽ കാണാനും കഴിയുന്നത്. ശരി, ശ്രീ മെഹമ്മൂദ് അള്ളാംകുളം, ഈ ശ്രീ എം കൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എം വി ഗോവിന്ദൻ മാഷ് തറക്കല്ലിട്ടു, എം വി ഗോവിന്ദൻ മാഷ് തന്നെ അത് ഉദ്ഘാടനം ചെയ്യുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റുണ്ട്. UDF കാലത്ത് തറക്കല്ലിടുകയും LDF കാലത്ത് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന ഒരു ചൂണ്ടിക്കാട്ടൽ കൂടി അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിരവധി വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി തന്നെ LDF-നൊപ്പം തന്നെ നിലകൊള്ളുന്ന ഒരു മണ്ഡലം, വലിയ ഭൂരിപക്ഷത്തോടെ LDF-നെ വിജയിപ്പിക്കുന്ന ആ ഒരു മണ്ഡലം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകളൊക്കെ അവിടെ നിൽക്കട്ടെ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ പോലും UDF-ന് അനുകൂലമായ ഒരു സാഹചര്യം തളിപ്പറമ്പിൽ ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത്തവണ വലിയൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് UDF? 40,000 വോട്ടിന് മേലെ ജയിച്ച ജെയിംസ് മാത്യു തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ 22,000 വോട്ടിലേക്ക് താഴ്ന്നു എന്ന് പറയുമ്പോൾ അത് ആ 22,000 മാറ്റി ഭൂരിപക്ഷത്തിലേക്ക് ഇത്തവണ തെരഞ്ഞെടുപ്പ് മാറാൻ കൊണ്ട് പോവുകയാണ്. അതില് കേരളത്തിലെ ഭരണം ഒരു പ്രധാനല്ലേ. ഇവിടെ കൃഷ്ണൻജി സൂചിപ്പിച്ച ഒരു കാര്യം, ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിൽ 25 ലക്ഷം രൂപ നൽകാൻ UDF-ന്റെ പ്രകടന പത്രിക പറഞ്ഞത് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കതിൽ ചെറിയ പ്രയാസമുണ്ടെന്നറിയാം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തുടങ്ങി വെച്ച കാരുണ്യ പദ്ധതി അത് ഈ ഗവൺമെന്റ് ഇപ്പൊ നൽകുന്നില്ല. കേരളത്തിലെ ആയിരക്കണക്കിന് ആളുകൾക്ക്, പാവപ്പെട്ടവർക്ക് ഏറെ ആശ്വാസമുണ്ടായ ഒരു പദ്ധതിയായിരുന്നു ആരോഗ്യ മേഖലയിൽ കാരുണ്യ പദ്ധതി. അത് നടപ്പിലാക്കിയത് ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരായിരുന്നു. അതിന്റെ ഗുണം കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കും. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ 5 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ആ 5 കാര്യങ്ങളും എല്ലാ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, പ്രായമായവർക്കുള്ള ഗുണകരമായ കാര്യങ്ങൾ, യുവാക്കൾക്ക് അനുകൂലമായിട്ട് 5 ലക്ഷം രൂപയോളം അവർക്ക് പുതിയ സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി പലിശരഹിത വായ്പ ഉൾപ്പെടെ എല്ലാ മേഖലയും തട്ടിക്കൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക വന്നിട്ടുള്ളത്. വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. 50 വർഷക്കാലം കേരളത്തിൽ തളിപ്പറമ്പ് നിയോജക മണ്ഡലം ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ്. മാറി മാറി വന്ന സർക്കാർ, നണിയൂർ നമ്പറം പാലം ഉദാഹരണത്തിനെടുക്കാം, VK ഇബ്രാഹിം കുഞ്ഞ് തന്നതാണല്ലോ. എന്തേ അതിനു മുമ്പ് LDF-ന്റെ ഗവൺമെന്റ് ഉണ്ടായിരുന്നില്ലേ? ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി സമയത്ത് തുടങ്ങിയതല്ലാതെ ഒരു മങ്കരപ്പാലം പറഞ്ഞുകൊണ്ട് കൃഷ്ണേട്ടൻ ചെറുതായി കാണേണ്ടതില്ല. UDF-ന് തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തില് നല്ല സ്വാധീനമുണ്ട്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്ന് കാസർഗോഡ് സംഭവിച്ചത് ഇത്തവണ തളിപ്പറമ്പിൽ സംഭവിക്കാൻ പോകുന്നു. അവസാനമായി ശ്രീ AP ഗംഗാധരൻ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ വോട്ടുകൾ തളിപ്പറമ്പിൽ 2019 കുറഞ്ഞു, 2024 അതിൽ കൂടുതൽ കുറഞ്ഞു എന്നൊക്കെ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ തളിപ്പറമ്പിൽ 2016 കിട്ടിയ വോട്ട് പോലും 2021 BJP-ക്ക് തളിപ്പറമ്പിൽ കിട്ടിയിരുന്നില്ല. ഇത്തവണ വോട്ട് കൂട്ടാമെന്ന ഒരു പ്രതീക്ഷയുണ്ടോ BJP-ക്ക്? അതായത് നിങ്ങൾ ഏത് കണക്കാ പറയുന്നത്? 2016 കിട്ടിയതിലേക്കാണ്ട് വോട്ട്
ഈ പറഞ്ഞ മാതിരി പിന്നെ ഈ 2021 ഇലക്ഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ശരിക്കും നോക്കുക, കണക്ക് നോക്കി പറയാം. അതിലേക്ക് സമയം കൊടുക്കാനില്ല. അപ്പൊ കഴിഞ്ഞ 11 വർഷമായിട്ട് 12 വർഷമാകുന്നു നമ്മുടെ കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ ഈ ഇന്ത്യ ഭരിക്കുന്നു. 2016 കൂടുതൽ വോട്ട് ലഭിച്ചിരുന്നു BJPക്ക് 2021? ഒരു 860 വോട്ടിന്റെ കുറവുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, കുറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, കുറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, 2017 2024 അത് 17,800 വോട്ടായിട്ട് വന്നിട്ടേ ഉണ്ടല്ലോ, ഇല്ലേ? ലഭിച്ച വോട്ടുകൾ കുറഞ്ഞല്ലോ. ലഭിച്ച വോട്ടിന്റെ ഓരോ സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പോ എല്ലാവർക്കും ഒരേ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് നടക്കില്ല. ഇപ്പൊ പറഞ്ഞു 803 വോട്ട് ജയിച്ചെടുത്ത് 860 വോട്ട് ഇടതുപക്ഷം പിന്നിലാണ്. അവര് ലോകസഭ, നിയമസഭ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 10,000 വോട്ടിന്റെ ഡിഫറൻസ് വന്നു. ഇത് ഞാൻ പറഞ്ഞ ഓരോ ഇലക്ഷനും ഓരോ രീതിയാണല്ലോ. ഇപ്പോ ഞങ്ങൾ പറയുന്ന വെച്ചാല് ഈ കേരളത്തിന്റെ ഇന്നത്തെ ഇപ്പോ ഈ 50 കൊല്ലായി എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഈ തളിപ്പറമ്പിൽ ഒരു സമയക്കുറവുകൊണ്ടാണ്. വ്യവസായശാല വന്നിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, കുട്ടികൾ, എന്റെ മക്കളടക്കമുള്ള ആളുകൾ വിദേശത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി അന്യ സ്റ്റേറ്റിലേക്ക് പോയി ജോലി ചെയ്യേണ്ട ഗതികേട് ഈ കേരളത്തിന് അല്ലാതെ വേറെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടോ? ഇവിടെ തൊഴിൽ സ്ഥാപനം ഉണ്ടോ? അപ്പൊ ഇവരൊക്കെ പറഞ്ഞ് ഭരണത്തിന് പോകുന്നത് ഇവിടെ വേണ്ട, തളിപ്പറമ്പിന് വേണ്ട ഒരു സ്ഥാപനം, വ്യവസായ സ്ഥാപനം. തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഇത്തവണ BJPയും കരുത്ത് തെളിയിക്കുമെന്നാണ് AP ഗംഗാധരൻ പറയുന്നത്. തളിപ്പറമ്പ് മണ്ഡലത്തിൽ പോരാട്ടം കനക്കുമോ എന്ന വിഷയമാണ് ഓപ്പൺ ഫോറം പരിശോധിച്ചത്. ഇത്തവണ വലിയ പോരാട്ടം തന്നെ നടക്കും. UDF വലിയ പ്രതീക്ഷയിലാണ്. പക്ഷേ LDF ഇത്തവണ വലിയ ഭൂരിപക്ഷത്തോടെ തന്നെ മണ്ഡലം നിലനിർത്തുമെന്നാണ് LDFും അവകാശപ്പെടുന്നത്. ഒപ്പം ശക്തമായ പ്രചരണവുമായി BJPയും രംഗത്തിറങ്ങുന്നതോടെ തന്നെ വലിയ ഒരു പോരാട്ടത്തിന് തന്നെ തളിപ്പറമ്പ് മണ്ഡലം സാക്ഷ്യം വഹിക്കും. ഓപ്പൺ ഫോറത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി കാണാം. നമസ്കാരം.